ഫിസിക്സ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ലെസണിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗ്രാഫ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The velocity time graph of a car is given below. This is the velocity time graph of a car. അപ്പോൾ y ആക്സിൽ വെലോസിറ്റി എടുത്തിട്ടുണ്ട്, x ആക്സിൽ ടൈം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ടൈപ്പ് ഓഫ് മോഷൻ എലോങ് OA, AB ആൻഡ് BC. അതിൽ ടൈപ്പ് ഓഫ് മോഷൻ ഏതാണെന്ന് നമ്മൾ പറയണം. നമ്മൾ കുറേ ഗ്രാഫും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ കാർ എലോങ് OA എന്നുള്ളത് ഏത് ടൈപ്പ് മോഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തത് പറയേണ്ടത് എലോങ് OA പറയണം. സെക്കൻഡ് വൺ പറയേണ്ടത് എലോങ് AB ആണ് പറയേണ്ടത്. ദെൻ തേർഡ് വൺ പറയേണ്ടത് എലോങ് BC ആണ് പറയേണ്ടത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ കാർ അതിൽ OA മാത്രം നിങ്ങൾ നോക്കുക. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വിത്ത് സർട്ടൻ ഇൻക്ലിനേഷൻ. ഒരു സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതുപോലെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? യെസ്, വെരി ഗുഡ്. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് OA എന്ന് പറയുന്നത് എന്താണ്? അത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ അല്ലേ? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി എന്തായിട്ടുണ്ട് പഠിച്ചിട്ടുള്ളതാണ്. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസസ് ഈക്വൽ ഇൻറ്റർവൽസ് ഓഫ് ടൈം. ഓക്കെ. AB എന്ന് പറയുന്നതാ? AB എന്ന് പറയുന്നത് 20 എന്നുള്ള വെലോസിറ്റി ആണ് 2.5 to 5 സെക്കൻഡ്സ് വരെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരേ വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ? ഗുഡ്, യൂണിഫോം മോഷൻ. എലോങ് AB എന്ന് പറയുന്നത് ഏത് മോഷൻ ആണത്? യൂണിഫോം മോഷൻ. ദെൻ എലോങ് BC BCയിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? B എന്നുള്ള ടൈം 5 ആണ്. 5th സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. Then 7th second അതിന്റെ വെലോസിറ്റി എന്താവുന്നു? 0 ആകുന്നു. വെലോസിറ്റി ഡിക്രീസിങ്, സ്ലോപ്പ് സെയിം ആണ്. വെലോസിറ്റി ഡിക്രീസിങ് ഈക്വലി ഇൻ ഈക്വൽ ഇൻറ്റർവൽസ് ഓഫ് ടൈം. യെസ്, ഗുഡ്. ഇതിനാണ് നമ്മൾ പറയാ യൂണിഫോംലി ഡീസലറേറ്റഡ് മോഷൻ അല്ലെങ്കിൽ യൂണിഫോംലി റിട്ടാർഡഡ് മോഷൻ. Write the type of motion along OA, AB and BC. OA എന്ന് പറയുന്നതിൽ velocity increases equally in equal intervals of time. But that is a uniformly accelerated motion. AB എന്ന് പറയുന്നത് 2.5 to 5 velocity remains 20 meter per second. അപ്പോൾ അതുകൊണ്ട് അത് എന്തായിരിക്കും? അത് അത്രയും സമയം വെലോസിറ്റി സെയിം ആണ്. അപ്പോൾ യൂണിഫോം മോഷൻ. Then third one യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ it covers its velocity remains same. അതായത് it covers equal displacement in equal intervals of time. Then BC എന്ന് പറയുന്നത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ്, ഒരേപോലെ ഡിക്രീസ് ചെയ്യും. അതിനെ നമ്മൾ എന്താ വിളിക്കുക? യൂണിഫോംലി റിട്ടാർഡഡ് മോഷൻ ഓർ യൂണിഫോംലി ഡീസലറേറ്റഡ് മോഷൻ. ഓക്കെ. ഇനി അതിന്റെ ബി പാർട്ട് ഇതാണ്. ഫൈൻഡ് ദ ആക്സലറേഷൻ. ഫൈൻഡ് ദ ആക്സലറേഷൻ ഡ്യൂറിംഗ് ദ ടൈം 0 to 2.5 second, then 2.5 to 5 seconds, then 5 to 7 seconds. അതായത് OA എന്നുള്ള ഇവിടുത്തെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. AB എന്നുള്ള അത്രയും ടൈമുള്ള ആക്സലറേഷൻ കണ്ടുപിടിക്കണം. BC എന്നുള്ള ടൈമിലുള്ള ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ആക്സലറേഷൻ ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ ഓഫ് 0 to 2.5. ഇത് നേരെ മിഡിലാണ്. 2, 3 എന്നുള്ളതിന്റെ മിഡിലാണ് 2.5. അപ്പോൾ 0 to 2.5 വരെയുള്ള ആക്സലറേഷൻ കണ്ടുപിടിക്കണം. പിന്നെന്താ വേണ്ടത്? Acceleration during that time 0 to 2.5 seconds. അടുത്തതോ 2.5 to 5 seconds. Then 5 to 6 seconds. അങ്ങനെയാണ് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം? വാട്ട് ആർ ദി യൂസസ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. യെസ്, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സലറേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ അത്രയും ടൈമിലുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? ടൈം 0 to 2.5 seconds. അപ്പോൾ ഏത് ഭാഗത്തിന്റെ സ്ലോപ്പാണ് കാണേണ്ടത്? OA എന്നുള്ളതിന്റെ സ്ലോപ്പ് കാണണം അല്ലേ? സോ ഹിയർ ആക്സലറേഷൻ എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. സ്ലോപ്പ് കാണാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? സ്ലോപ്പ് ഈസ് ഈക്വൽ എന്താണ്? y ഡിവൈഡഡ് ബൈ x ആണ്. ഇവിടെ y എന്ന് പറഞ്ഞാൽ എന്താ വരിക? സ്ലോപ്പിൽ എന്താ ഉള്ളത്? y അവിടെ എന്താണ്? AE ആണ്. ഡിവൈഡ് ബൈ x എന്താ വരേണ്ടത്? OE ആണ്. x വരുന്നത്.
ശരിയല്ലേ? ഓക്കെ. ദാറ്റ് ഈസ് എ ഇ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? എ ഇ എങ്ങനെയാണോ? എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 20 മീറ്റർ പെർ സെക്കൻഡ്, ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 മീറ്റർ പെർ സെക്കൻഡ്. സോ എ ഇ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 20 മൈനസ് 0 അല്ലേ? അതായത് ഇനീഷ്യലി 0 ആണ്, ഫൈനൽ എന്താണ്? 20 ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ടൈം ടേക്കൺ എന്താണ്? 0 to 2.5 എന്ന് പറയുമ്പോൾ 2.5 സെക്കൻഡ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 2.5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ 0 to 2.5 സെക്കൻഡ്സ് വരെ ആ കാറിന്റെ ആക്സലറേഷൻ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഓരോ സെക്കൻഡിലും 8 മീറ്റർ വെച്ച് 8 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ് 8 മീറ്റർ പെർ സെക്കൻഡ് ഡ്യൂറിങ് എവറി 1 സെക്കൻഡ്. ഏതുവരെ? അപ് ടു 2.5 സെക്കൻഡ്സ്. ഇനി 2.5 മുതൽ 5 വരെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. 2.5 to 5 ആക്സലറേഷൻ എന്ത് തന്നെയാണ്? ആക്സലറേഷൻ സ്ലോപ്പ് ആണ്. പക്ഷെ എ ബി എന്നുള്ളത് നിങ്ങൾ നോക്കാം. എ എന്നുള്ള ടൈമിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി? 20 തന്നെ. ബി എന്നുള്ള ടൈമിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി? 20 തന്നെ. അപ്പോൾ അത്രയും ടൈമിൽ എന്തില്ല? വെലോസിറ്റി നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. നോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാൽ ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനകത്ത് സ്ലോപ്പ് ഇല്ല. ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് ആക്സലറേഷൻ ഈസ് ഈക്വൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ദെൻ തേർഡ് വൺ, ഡ്യൂറിങ് ദ ടൈം ഇന്റർവെൽ ബി ടു സി, അതായത് 5 സെക്കൻഡ്സ് ടു 7 സെക്കൻഡ്സ്. അവിടെയും ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതിയാവും. അതിന് സ്ലോപ്പ് ഉണ്ട്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? y ബൈ എക്സ്. y എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? ബി ഡി ആണ് വരുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഡി സി ആണ് വരുന്നത്. ഓക്കെ. y ഡിവൈഡഡ് ബൈ എക്സ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഫൈനൽ വെലോസിറ്റി ഈക്വൽ എന്താണ്? 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ എന്താണ്? 20 ആണ്. അപ്പോൾ ആക്സലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ 0 മൈനസ് 20 എന്ന് എടുക്കണം. ഡിവൈഡഡ് ബൈ ടൈം ടേക്കണോ? ടൈം ടേക്കൺ 7 മൈനസ് 5. 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ എന്ന് ഉദ്ദേശിച്ച അതിന്റെ മീനിങ് എന്താ? ഇറ്റ്സ് വെലോസിറ്റി ഡിക്രീസസ് ബൈ 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻ എവറി 1 സെക്കൻഡ്. എവിടെ നിന്ന് എവിടെ മുതൽ? 5 സെക്കൻഡ്സ് ടു 7 സെക്കൻഡ്സ്. അപ്പോൾ ഈ കാറിന്റെ ആക്സലറേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ബൈ ടേക്കിംഗ് സ്ലോപ്പ്. അപ്പോൾ 0 to 2.5 സെക്കൻഡ്സ് വരെ 0 to 2.5 സെക്കൻഡ്സ് വരെ അതിന്റെ ആക്സലറേഷൻ എത്രയായിരുന്നു? ആക്സലറേഷൻ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? ദെൻ 2.5 to 5 സെക്കൻഡ്സ് വരെ അതിന്റെ ആക്സലറേഷൻ എന്തായിരുന്നു? ആക്സലറേഷൻ 0 ആയിരുന്നു. ദെൻ 5 to 7 സെക്കൻഡ്സ് വരെ അതിന്റെ ആക്സലറേഷൻ ആണ് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? 8 മീറ്റേഴ്സ് പെർ സെക്കൻഡ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നു അപ് ടു 2.5 സെക്കൻഡ്സ്. 2.5 to 5 there is no change in velocity. Velocity remains constant. Then 5 to 7 its velocity decreases 10 meter per second in every 1 seconds. Okay. ഇത് നമ്മൾ ഈ ഗ്രാഫിൽ 0 to 2.5 seconds, 2.5 to 5 seconds, 5 to 7 seconds അത്രയും ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കും. ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ ദ കാർ. അപ്പോൾ കാർ ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ 0 to 2.5 സെക്കൻഡ്സിൽ അത് എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തിട്ടുണ്ട്? ദെൻ 2.5 to 5 സെക്കൻഡ്സ് വരെ എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തിട്ടുണ്ട്? ദെൻ 5 to 7 സെക്കൻഡ് എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തിട്ടുണ്ട്? എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക? ഫ്രം ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ആ യൂസസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അത് ഓർത്ത് നോക്ക്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. Adding to displacement is equal to area under the graph. Displacement is equal to area under the graph. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. 0 to 2.5 seconds. 0 to 2.5 സെക്കൻഡ്സിൽ ആ ഗ്രാഫ് നോക്കി. 0 to 2.5 സെക്കൻഡ്സ് ഏത് ഷേപ്പ്? ട്രയാങ്കിൾ ആണുള്ളത് അല്ലേ? സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എന്ത് പറയേണ്ടി വരും നമ്മൾ? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ പേര് എന്താ ഉള്ളത്? OAE. OAE എന്നുള്ളൊരു ട്രയാങ്കിൾ ആണല്ലേ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഹൗ കാൻ വി ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഹാഫ് BH.
ദാറ്റ്സ് ഈക്വൽ ഹാഫ് ബി എച്ച്. ബി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ബേസ് ഒ ഇ ആണ് അല്ലേ. ഇവിടെ നിന്ന് ഇവിടെ വരെ അതിന്റെ ബേസ് ചെയ്യുന്നത് ഇപ്പോൾ ഒ ഇ. ഇതിന്റെ എച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇ ഇ അല്ലെങ്കിൽ എ ഇ അല്ലേ. അപ്പോൾ ഹാഫ് ബി എച്ച് എന്നുള്ളതാണ് അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഗ്രാഫിൽ നിന്ന് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒ ഇ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ടൈമാണ്. ഇത്രയാണ് ടൈം. ഇത് 2-നും 2-3ക്കും മിഡിലാണ്. അപ്പോൾ ദാറ്റ്സ് ടൈം എത്ര വരിക? 2.5 ഇൻറ്റു എ ഇ എന്ന് പറയുന്നത് എ ഇ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ എത്ര? 20 മൈനസ് 0. ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 20 എന്ന് വരും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഹാഫ് ബി എച്ച്. ബി എന്ന് പറയുന്നത് ഒ ഇ ആണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? എ ഇ ആണ് എച്ച്. ഇനി ഈ 2 എന്ന് പറയുന്നത് 20 എത്ര ടൈംസ് ഉണ്ടാവും? 10 ടൈംസ് ഉണ്ടാവും. 10 ഇൻറ്റു 2.5 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 25 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ കാറ് 2.5 സെക്കൻഡ്സ് കൊണ്ട് എത്ര മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്? 25 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഏരിയ ആണ് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത പാർട്ട് പറയുന്നത് എന്താണെന്നാൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓർ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ഡ്യൂറിംഗ് ദ ടൈം 2.5 സെക്കൻഡ്സ് ടു 5 സെക്കൻഡ്. 2.5 സെക്കൻഡ് മുതൽ 5 സെക്കൻഡുകളുടെ ഡിസ്പ്ലേസ്മെന്റാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗ്രാഫിലേക്ക് നോക്കാം. ഗ്രാഫിൽ നോക്കുമ്പോൾ 2.5 ടു 5 ഇതാണ് ആ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് നോക്കുക. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഏരിയ എത്രയാണെന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ. ഏതാ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക? നിങ്ങൾ ഒരു അതേതാ ഷേപ്പ്? റെക്ടാങ്കുലർ ഷേപ്പ് ആണുള്ളത്. റെക്ടാങ്കുലർ ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബി എച്ച്. വെരി ഗുഡ്. സോ ഇൻ ദാറ്റ് കേസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആണ് അല്ലേ. റെക്ടാങ്കിൾ എന്ന പേര് കൊടുക്കണം നമ്മൾ. എ ബി ഡി ഇ. എ ബി ഡി എന്നുള്ള റെക്ടാങ്കിൾ ആണ്. ആ റെക്ടാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. റെക്ടാങ്കിൾ ഏരിയ ആണ് ബി എച്ച് ആണ്. ബി എന്നുള്ളത് നമുക്ക് ഇവിടെ എന്തെടുക്കാം? ഇ ഡി എടുക്കാം. എച്ച് എന്നുള്ളത് എന്തെങ്കിലും എടുക്കാം? എ ഇ എടുക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡി ഇൻറ്റു എ ഇ എന്ന് വരും. നേരത്തെ പറഞ്ഞ പോലെ ഇ ഡി എന്താണെന്ന് പറഞ്ഞാൽ ഇ ഡി എന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ടൈമാണ്. അപ്പോൾ ഇവിടെ 5 സെക്കൻഡ് ആണ്. ഇവിടെ എത്രയാണ്? 2.5 സെക്കൻഡ് ആണ്. അപ്പോൾ ഇ ഡി എന്ന് പറഞ്ഞാൽ എന്താ വരിക? യെസ് 5 മൈനസ് 2.5. അപ്പോൾ ഇ ഡി എന്നുള്ളതിന് പകരം 5 മൈനസ് 2.5. ദെൻ എ ഇ എന്ന് പറയുന്നതോ? എ ഇ നമ്മൾ നേരത്തെ എടുക്കുന്നതല്ലേ. അത് പറയാം. 20 മൈനസ് 0. 20 മൈനസ് 0 എന്ന് പറയുന്നത് എന്താണ്? 20 തന്നെ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 2.5 എന്നുള്ളത് എത്രയായിരിക്കും? 2.5. 2.5 ഇൻറ്റു 20. 2.5 ഇൻറ്റു 20 എത്ര വരിക? 2 ഇൻറ്റു 2.5 എത്ര? 5. ദെൻ 0 കൊടുക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 50 മീറ്റർ എന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ. ഇതൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവൽ ഓഫ് 2.5 ടു 5 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഇനി നിങ്ങളോട് അടുത്ത അതിൽ തേർഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവൽ 0 ടു 7 സെക്കൻഡ്സ്. ഈ 0 ടു 7 സെക്കൻഡ്സിലുള്ള ടൈം ഇന്റർവൽ അല്ല ഡിസ്പ്ലേസ്മെന്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ കിട്ടിയത്? 0 ടു 2.5 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ അതൊരു ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അപ്പോൾ ഏരിയ അണ്ടർ ദ ട്രയാങ്കിൾ ആണ് നമ്മൾ നോക്കിയത്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് നമുക്ക് എന്ത് കിട്ടി? 25 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കിട്ടി. ദെൻ എ ബി എന്നുള്ള ടൈം അതായത് 2.5 ടു 5 സെക്കൻഡ്സ്. അതേതാ ഷേപ്പ്? അതൊരു റെക്ടാങ്കുലർ ഷേപ്പാണ്. റെക്ടാങ്കിൾ ഏരിയ ബി എച്ച്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നതാണ് ഒ സി വരെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 0 ടു 7 സെക്കൻഡ്സ് ആണ് ചോദിച്ചത്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞോളൂ. അതേതാ ഷേപ്പ്? ഇങ്ങനൊരു ഷേപ്പ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേഷൻ ഗ്രാഫിക്കൽ ഡെറിവേഷനിൽ പറഞ്ഞിരുന്നു. അതേതാ ഷേപ്പ് വരാം? അത് ഇങ്ങനെയാണ് ഷേപ്പ്. ഏതാത്? ട്രപ്പീസിയം. വെരി ഗുഡ്. ഇതൊരു ട്രപ്പീസിയമാണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. ഏരിയ ട്രപ്പീസിയം. ട്രപ്പീസിയത്തിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ എ ആണ്, ഇത് ബി ആണ്, ഇതെന്ത് ചെയ്യുക? ഹൈറ്റ് എച്ചും ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഏരിയ കണ്ടുപിടിക്കുന്നത്?
ഏരിയ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ഇൻറ്റു എച്ച് അല്ലേ. അതേപോലെ നിങ്ങൾ ഇവിടെ പറയും ഏരിയ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എ ബി ആണ്. ഇവിടെ എ ബി എന്നുള്ളതാണ് എയുടെ സ്ഥാനത്തുള്ളത്, പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ഒ സി ആണ് അല്ലേ. ഒ സി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. എച്ച് ഇവിടെ എന്താ കൊടുക്കേണ്ടത് എ എന്നാണ് കൊടുക്കേണ്ടത്. ഇതാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഇങ്ങനെയാണ് ട്രപ്പീസിയം എങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഗ്രാഫിലേക്ക് പോകുമ്പോൾ എ എന്നുള്ള സ്ഥാനത്തുള്ള ആരാണ് എ ബി ആണുള്ളത്, ബി എന്നുള്ള സ്ഥാനത്ത് ആരാണ് ഒ സി ആണുള്ളത്, എച്ചിന്റെ പ്ലേസിൽ ആരുള്ളത് എ ഇ ആണുള്ളത്. ഇതിന്റെ വാല്യൂസ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കേണ്ടത് ബി 5 ആണ്, എ എത്രയാണ് 2.5 ആണ്. അപ്പോൾ എ ബി ഈക്വൽ എന്തായിരിക്കും 5 മൈനസ് 2.5. 5 മൈനസ് 2.5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2.5. പ്ലസ് ഒ സി എന്ന് പറയുന്നതോ ഒ സി എന്ന് പറയുന്നത് 7 ആണ്, ഇത് 0 ആണ്. 0 മൈനസ് 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് 7 ഡിവൈഡഡ് ബൈ എന്ത് വരും 2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2. ദെൻ എ ഇ എന്ന് പറയുന്നത് എത്രയാണ് എ ഇ നമ്മൾ കുറേ പ്രാവശ്യം യൂസ് ചെയ്തു അല്ലേ. എ എന്ന് പറഞ്ഞാൽ 20, അതായത് 20 മൈനസ് 0, അപ്പോൾ ദാറ്റ് ഈസ് എത്രയാണ് 20 എന്ന് കിട്ടും. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് 9.5 അല്ലേ. 2.5 പ്ലസ് 7 is equal to 9.5. ഈ 220 എത്ര ടൈംസ് ഉണ്ടാവും 10 ടൈംസ് ഉണ്ടാവും. അപ്പോൾ 9.5 ഇൻറ്റു 10, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 95 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 0 ടു ഈ വരെ എത്ര മീറ്റർ ട്രാവൽ ചെയ്തതാണ് 25 മീറ്റർ ആയിരുന്നു ട്രാവൽ ചെയ്തത്. ദെൻ ഇവിടെ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു 50 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. ടോട്ടൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു 95 മീറ്റർ ട്രാവൽ ചെയ്തു. ഇത് നമ്മളോട് ഈ ഒരു 5 to 7 മാത്രമാണ് ചോദിച്ചെങ്കിലോ 5 to 7 മാത്രമാണ് ചോദിച്ചെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം, എന്ത് ചെയ്താൽ ഇതിൻ്റെ ഇത് ഈ ഒരു പാർട്ടിനെ മാത്രം ഏരിയ കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ. അപ്പോൾ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ആക്സലറേഷൻ ഫ്രം ദ ഗ്രാഫ് by taking the slope? How can we find the displacement from the graph? By taking area. അപ്പോൾ നമുക്ക് അറിയുന്ന ഏരിയ നമ്മൾ കുറേ ഏരിയാസ് പഠിച്ചു വെച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ബി എച്ച്, റെക്ടാങ്കിൾ ആണെങ്കിൽ വെറും ബി എച്ച്, ട്രപ്പീസിയം ആണെങ്കിൽ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, അതിലെ ഡി പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചേക്കുന്ന ഡി പാർട്ട്. നമ്മൾ എ പാർട്ട് എന്തായിരുന്നു കണ്ടുപിടിച്ചത്, എ പാർട്ട് കണ്ടുപിടിച്ചേക്കുന്നത് ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് മോഷൻ ആണ് along OA, AB and BC. ബി എന്തായിരുന്നു ഫൈൻഡ് ദ ആക്സിലറേഷൻ during the time interval 0 to 2.5 seconds, 2.5 to 5 seconds, then 5 to 7 seconds. C part find the displacement covered അല്ലേ, അത് നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ ഡി പാർട്ട് ഡ്രോ ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്നാണ്. ഡ്രോ ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് ദിസ് കാർ. അപ്പോൾ ഈ കാറിൽ നമുക്ക് എങ്ങനെ ആക്സിലറേഷൻ കിട്ടിയത് 0 to 2.5 seconds 8 meter per second square, 2.5 to 5 0 meter per second square, 5 to 7 minus 10 meter per second square. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ടൈം അലോങ് ദ y ആക്സിസ് ആൻഡ് ആക്സിലറേഷൻ അലോങ് ദ x ആക്സിസ് ആണ്. സോറി, ടൈം അലോങ് ദ x ആക്സിസ് ആൻഡ് ആക്സിലറേഷൻ അലോങ് ദി y ആക്സിസ്. ആക്സിലറേഷൻ ഇവിടെ എടുക്കുക, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് എടുക്കുന്നത്, ടൈം ഏതിലെടുക്കുന്നത് സെക്കൻഡിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം മാർക്ക് ചെയ്യേണ്ടത് 0, 1, 2, 3, 4, 5, 6, 7. ആക്സിലറേഷൻ എത്രയുള്ളത് 8ഉം -10 ഒക്കെയാണുള്ളത്. അപ്പോൾ നമുക്കത് ആക്സിലറേഷൻ 2, 4 അങ്ങനെ മാർക്ക് ചെയ്യാം. 2, 4, 6, 8. മൈനസ് ആക്സിലറേഷൻ നമ്മൾ ഈ ആക്സിനെ മാർക്ക് ചെയ്യാൻ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ -2, -4, -6, -8, -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ 0 to 2.5 ഇതാണ് 2.5. 0 to 2.5 ആക്സിലറേഷൻ എത്രയാണ് 8 ആണ്. അപ്പോൾ 0 to 2.5 ആക്സിലറേഷൻ 8 എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ആക്സിലറേഷൻ എത്രയാണ് 8 ആണെന്ന് ഇങ്ങനെയാണ് കിട്ടും. 0 to 2.5 8. 2.5 to 5 എത്രയാണ് 0, ആക്സിലറേഷൻ 0. Then 5 to 7 ആക്സിലറേഷൻ ആണ് -10. 5 to 7 ആക്സിലറേഷൻ -10 ആണ് കിട്ടുന്നത്. അപ്പോൾ -10 എങ്ങനെ ഗ്രാഫ് ഉണ്ട്, ഇതേപോലെ ഗ്രാഫ് ഉണ്ട്. അപ്പോൾ 0 to 2.5 8 meter per second square, 2.5 to 5 0 meter per second square, 5 to 7 -10 meter per second square. അപ്പോൾ
അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്നും ഇങ്ങനെയുള്ള ഗ്രാഫിൽ നിന്ന് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഇതുപോലെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ആക്സലേഷൻ കണ്ടുപിടിക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക, ടൈപ്പ് ഓഫ് മോഷൻ കാണാൻ നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഗ്രാഫുകൾ വേണം. ദെൻ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കാണും. ഗ്രാഫ് എന്ന് വരക്കാൻ പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The position time graph of two children A and B returning from their school. Second question ശ്രദ്ധിക്കുക. The position time graph of two children A and B returning from the school to their home P and Q is as shown below. എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാഫ് തന്നിട്ടുണ്ട്. A and B എന്ന് പറയുന്ന രണ്ട് കുട്ടികളാണ്. അവരെന്ത് ചെയ്യുന്നു, O എന്നുള്ള സ്കൂളിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് പോവാണ്. A എന്നുള്ള കുട്ടിയുടെ വീട് P ആണ്, B എന്നുള്ള കുട്ടിയുടെ വീട് Q ആണ്. അപ്പോൾ ഇതാണ് പൊസിഷൻ, ഇവിടെ എന്താണ് ടൈം. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. അത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് A or B lives closer to the school than B or A. A or B lives closer to the school than B or A. A ആണോ B ആണോ സ്കൂളിന്റെ അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത്. O എന്നുള്ളതാണ് സ്കൂൾ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയിട്ട് പറയാൻ പറ്റും ആരടുത്തുള്ളത്, P എന്നുള്ളതാണോ O എന്നുള്ളതിന്റെ അടുത്ത്, അതോ Q ആണോ Oയുടെ അടുത്ത്. ഇതാണ് പൊസിഷൻ. ആരാ, ഗുഡ്, P എന്നുള്ളത് Oയുടെ അടുത്താണ് അല്ലേ. ഇതിന്റെ പൊസിഷൻ ഇവിടെയല്ലേ ഉള്ളൂ. അപ്പോൾ P എന്നുള്ളത് ആരുടെ ഹോം ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, A എന്നുള്ളതിന്റെ ഹോമാണ്. അപ്പോൾ ആരുടെ അടുത്ത് താമസിക്കുന്നത്, A lives closer to the school. അപ്പോൾ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ A or B lives closer to the school than B or A. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താ പറയേണ്ടത്, A lives closer to the school than B അല്ലേ. അപ്പോൾ ഒന്നാമത്തേന്റെ ക്വസ്റ്റ്യൻ A പാർട്ടിന് ആൻസർ ആണ് A lives closer to the school than B. A lives closer to the school than B. A ആണ് B യേക്കാൾ അടുത്ത് താമസം. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്, B is close to A. പൊസിഷൻ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ A lives closer to the school than B എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത പാട്ടിൽ നിങ്ങൾ തന്നെ പറയട്ടെ, A or B starts from the school earlier than B or A. A ആണോ B ആണോ സ്കൂളിൽ നിന്ന് ആദ്യം പുറപ്പെട്ടത്, സ്റ്റാർട്ട്സ് ഫ്രം ദ സ്കൂൾ earlier. ആരാണ് ആദ്യം പുറപ്പെട്ടത്, A ആണോ B ആണോ. A പുറപ്പെടുന്ന ടൈം ഇതാണ്, B പുറപ്പെടുന്ന ടൈം ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടൈം മാർക്ക് ചെയ്ത് 0, 1, 2 ജസ്റ്റ് ആണ് വെറുതെ മാർക്ക് ചെയ്യുന്നതല്ലേ. 4, 5, 6, 7, 8 ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A ആണോ B ആണോ ആദ്യം പുറപ്പെട്ടത്, A എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ പുറപ്പെട്ടുണ്ട്. B എപ്പോഴാണ് പുറപ്പെട്ടത്, A പുറപ്പെട്ട് കഴിഞ്ഞിട്ട് 2 seconds കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്തത്, B സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, A starts from the school earlier than B. മനസ്സിലാവുന്നില്ലേ, A എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 2 seconds കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്, B സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണ്, A starts from the school earlier than B. അപ്പോൾ അതിൽ B പാർട്ട് എന്ന് പറയുന്നത് A starts from the school earlier than B. ആ A B സെലക്ട് ചെയ്യാൻ വേണ്ടുന്നുണ്ട്. മൂന്നാമത്തെ നിങ്ങൾ പറയട്ടെ, A or B walks faster than B or A. A ആണോ B ആണോ കൂടുതൽ സ്പീഡിൽ നടക്കുന്നത്, ഇങ്ങനെ കണ്ടുപിടിക്കുക. A ആണോ B ആണോ കൂടുതൽ സ്പീഡിൽ നടക്കുന്നത്. നമ്മൾ എന്താ ചെയ്യണത്, സ്പീഡ് നോക്കാൻ വേണ്ടിയിട്ട് how can we find the velocity from the position time graph, by taking slope. Good. അപ്പോൾ ഇതിലായിരിക്കും സ്ലോപ്പ് കൂടുതലുള്ളത്. എയുടെ സ്ലോപ്പ് ഇത്രയേ ഉള്ളൂ, ബിയുടെ സ്ലോപ്പ് എന്ത് ചെയ്യാണ്, കുറച്ചും കൂടെ കൂടുതലാണ് അല്ലേ. അപ്പോൾ ആരാ കൂടുതൽ സ്പീഡിൽ നടക്കുന്നുണ്ടാവുക, B walks faster than A. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ സ്ലോപ്പ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇവിടെ ടൈം നോക്കിയാൽ ഇതാ, എയും ബിയും ഒരേ സമയത്താണ് എന്ത് ചെയ്യുന്നത്, വീട്ടിലെത്തുന്നത്. A B എന്നുള്ളത് സെയിം ടൈം 7th സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്, രണ്ടുപേരും വീട്ടിലെത്തി. A സ്റ്റാർട്ട് ചെയ്തിട്ട് 7th സെക്കൻഡിലാണ് രണ്ടാളും വീട്ടിലെത്തിയത്. പക്ഷേ A സ്റ്റാർട്ട് ചെയ്തിട്ട് 2 secondsന് ശേഷമാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്, B സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ B എന്ത് ചെയ്യണം, കൂടുതൽ സ്പീഡിൽ നടക്കണം. പിന്നെ അങ്ങനെ ഇല്ലെങ്കിൽ സ്ലോപ്പ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആരാ കൂടുതൽ സ്പീഡിൽ നടക്കുന്നത്, B walks faster than A. അപ്പോൾ B walks faster than A. അപ്പോൾ അതിന്റെ C പാർട്ട് ഇങ്ങനെയാണ്, B walks faster than A. Okay. ഇനി ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാ പറയുന്നത്, സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. താഴെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം.
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. എ ആൻഡ് ബി റീച്ച് their homes at the same time. എ ആൻഡ് ബി റീച്ച് their homes at the same time. അവരെ വീട്ടിലേക്ക് ഒരേ സമയത്താണ് എത്തുന്നത്. അപ്പോൾ അതിവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. 7th സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും അവിടെ എത്തുന്നുണ്ട്. സോ എ ആൻഡ് ബി റീച്ച് their homes at the same time എന്നുള്ളതിൻ്റെ ആൻസർ അതെന്താണ്, ട്രൂ ആണ് അല്ലേ, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. Then second statement ഇതാണ്. ബി ഓവർടേക്സ് എ ട്വൈസ് ഓൺ ദ റോഡ്. ബി എന്ത് ചെയ്യുന്നു, എയെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ടൈം ഓഫ് ഓവർടേക്കിംഗ്. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 4th സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബി എനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. അതായത് ബി ആദ്യം സ്റ്റാർട്ട് ചെയ്തു, അല്ലെ എ ആദ്യം സ്റ്റാർട്ട് ചെയ്തു, പിന്നെയാണ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലെത്തണമെങ്കിൽ ബി എന്ത് ചെയ്യണം, എയെ ഓവർടേക്ക് ചെയ്യണം എന്നുള്ള കാര്യം അറിയാം. ഇനി അതല്ല ഈ ഗ്രാഫ് വെച്ചിട്ട് ഇതാണ് ടൈം ഓഫ് ഓവർടേക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, ബി ഓവർടേക്സ് എ ട്വൈസ് ഓൺ ദ റോഡ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല, വൺസ്, ഒറ്റ പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ഈ ഗ്രാഫ് തരുന്നു, ഗ്രാഫിൽ നിന്ന് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു, എ ഓർ ബി ലീവ്സ് ക്ലോസർ ടു ദ സ്കൂൾ ദാൻ ബി ഓർ ഐ. ആരാ, എ ലീവ്സ് ക്ലോസർ ടു ദ സ്കൂൾ ദാൻ ബി. എങ്ങനെ മനസ്സിലായത്, ഒ പി എന്നുള്ളത് ഒ ക്യൂനേക്കാളും ചെറുതാണ്, പി ആണ് അടുത്തുള്ളത്. Then second part, A or B starts from the school earlier than B or A. ആരാ, A starts from the school earlier than B. കാരണം B A സ്റ്റാർട്ട് ചെയ്തത് ഇത്രയും ടൈം കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്, B സ്റ്റാർട്ട് ചെയ്യുന്നത്. A or B walks faster than B or A. ആരാ, B walks faster than A. എങ്ങനെ മനസ്സിലായത്, slope of B is greater than slope of E. Then true or false, A and B reach their homes at the same time. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ ടൈം ഫോർ റീച്ചിങ് നോക്കിയാൽ രണ്ടും സെയിം. So that statement is true. Then next, B overtakes A twice on the road. B overtakes A വരെ correct ആണ്, but once on the road ആണ്. So here twice on the road എന്ന് പറഞ്ഞാൽ that statement is false. മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലുള്ള പ്രോബ്ലംസ് വന്നാൽ ഇതുപോലെ ആലോചിച്ച് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Look at these graphs and state with the reason which of these cannot possibly represent one-dimensional motion. Look at the graphs A, B, C and D. 4 graphs are there. And state with the reason which of these graphs cannot possibly represent one-dimensional motion. ഈ 4 ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് പറയണം, ഈ ഗ്രാഫിൽ ഏതാണ് വൺ ഡയമെൻഷണൽ മോഷൻ അല്ലാത്തത് എന്നാണ് പറയുന്നത്. Which of these cannot possibly represent one-dimensional motion with the reason, എന്തുകൊണ്ട് എന്നുള്ളതും കൂടെ പറയണം. അപ്പോൾ നമുക്ക് ഓരോ ഗ്രാഫായിട്ട് നോക്കാം. ഫസ്റ്റ് ഗ്രാഫ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഗ്രാഫിന്റെ ഷേപ്പ് ഇപ്പം ഇങ്ങനെയാണ് ഉള്ളത്, ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് ഉള്ളത്. ഇത് ഏതാ ഗ്രാഫ്, ഏത് ഗ്രാഫാണ് ഇത്, പൊസിഷൻ ടൈം ഗ്രാഫ്. വെരി ഗുഡ്. പൊസിഷൻ along the y axis and time along the x axis. ഈ ഗ്രാഫ് വൺ ഡയമെൻഷണൽ മോഷന്റെ ഗ്രാഫ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഗ്രാഫ് തരുന്നത്, ഇതുപോലെയാണ്. ഇവിടെയാണ് ഇങ്ങനെയാണുള്ളത്, ഇവിടെ പൊസിഷൻ അലോങ് ദ വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് ദ എക്സ് ആക്സിസ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ഗ്രാഫ് തന്നെ, ഇങ്ങനെ പോകുന്നല്ല, ഇങ്ങനെയാണ് ഗ്രാഫ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വൺ ഡയമെൻഷണൽ മോഷന്റെ ഗ്രാഫ് ആണോ അല്ലേ? അപ്പോൾ നോക്കാൻ നമുക്കൊരു വഴിയുണ്ട്. നിങ്ങൾ ടൈം ആക്സിസ് എന്ന് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പൊസിഷൻ റെപ്രസെന്റ് ചെയ്യും. ഒരു ടൈം, ഈ ഒരു ടൈം നോക്കാം. ഈ ടൈമിൽ അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കുക. അത് ഈ ഒരു ടൈമിൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ കാണാൻ നമ്മൾ എന്താ ചെയ്തത്, നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ ഗ്രാഫിലേക്ക് വരക്കണം എന്നാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് അതിന്റെ പൊസിഷനാണ്, ഇതും എന്താണ് അതിന്റെ പൊസിഷനാണ്. അപ്പോൾ ഇതിന്റെ പൊസിഷൻ x1 എന്ന് കൊടുക്കുക, ഈ പൊസിഷൻ x2 എന്ന് കൊടുക്കുക. ആക്ച്വലി ആ ഒരു ടൈമിൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ അതിന് എത്ര പൊസിഷൻ ഉണ്ട്, 2 പൊസിഷൻ ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ ഒരു പൊസിഷൻ മാത്രമേ അറ്റ് എ ടൈം ഉണ്ടാവുള്ളൂ. സോ ഹിയർ അറ്റ് ദ ടൈം there are 2 positions which is not possible in one dimensional motion. So this graph cannot represent one dimensional motion. Okay. Okay. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എന്ത് ചെയ്യുന്നില്ല, വൺ ഡയമെൻഷണൽ മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ബിക്കോസ് in this graph there are 2 positions at a time. It is not possible in one dimensional motion. അപ്പോൾ ഇതെന്തല്ല, വൺ ഡയമെൻഷണൽ മോഷൻ അല്ല. നമ്മൾ സെക്കൻഡ് ഗ്രാഫ് നോക്കുന്നത്. സെക്കൻഡ് ഗ്രാഫ്, ഈ ഗ്രാഫിൽ ഇത് ഏത് ഗ്രാഫാണ്, വെലോസിറ്റി ടൈം ഗ്രാഫ്.
velocity along the y-axis and time along the x-axis is the velocity time graph of an object. ഇത് ഇതിലിപ്പോൾ ഇതേ നേരത്തെ അതേപോലെ നിങ്ങൾ നോക്കുക, ഈ ഒരു ടൈമിൽ വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അതിന് ടൈമിന് പെർപെൻഡിക്കുലർ ഒക്കെ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, വെലോസിറ്റി അറ്റ് എ ടൈം എത്ര വെലോസിറ്റി ഉണ്ട് ഇവിടെ? 2 velocities. അപ്പോൾ ഹിയർ അറ്റ് ദ ടൈം ഒരു ടൈമിൽ എത്ര വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്? 2 വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഈ ഗ്രാഫ് എന്തല്ല വൺ ഡയമെൻഷണൽ മോഷൻ അല്ല. Then look at the third graph, graph C. Is it one dimensional motion? ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സ്പീഡ് ടൈമോ ആണ്. സ്പീഡും ടൈമോ തന്നിട്ടുള്ളത്. അത് വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ സ്പീഡ് തന്നിരിക്കുന്നത് ഈ വാല്യൂ ഉണ്ടാകും. ഇത് സ്പീഡിന്റെ പോസിറ്റീവ് വാല്യൂ ആണ്, ഇതെന്താണ് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടൈമിൽ നെഗറ്റീവ് എന്നൊക്കെ തന്നിട്ടുണ്ട്. ബട്ട് ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ സ്പീഡ് ഒരിക്കലും എന്താവില്ല നെഗറ്റീവ് ആവില്ല. ബിക്കോസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അതിനൊരു പെർട്ടിക്കുലർ ഡയറക്ഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്പീഡ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. സോ ഈ ഗ്രാഫ് എന്തല്ല വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. ദെൻ ലാസ്റ്റ് ഗ്രാഫ് നിങ്ങൾ നോക്കുക. ലാസ്റ്റ് ഗ്രാഫ് നമ്മൾ നോക്കിയാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ടൈം. അപ്പോൾ ഏതൊരു ടൈം നോക്കിയാലും അതിനെന്ത് മാത്രമേ ഉള്ളൂ? ഒറ്റ പൊസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷെ അവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇത് വരച്ചതാണ് പാത്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ടൈമിനനുസരിച്ച് പാത്ത് ലെങ്ത് കൂടി വരുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? പാത്ത് ലെങ്ത് കുറഞ്ഞു വരികയാണ്. ഈ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ബിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ബിന്ന് തിരിച്ച് എന്ത് ചെയ്യാള് സിയിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. ഇവിടുന്ന് ഇവിടെ വരെ എത്തുന്നത് 10 മീറ്റർ. ഇവിടുന്ന് ഇവിടെ വരെ എന്ത് ചെയ്യുക? 9 മീറ്റർ ആണെന്ന് കരുതും. അപ്പോൾ എന്ന് സിയിലേക്ക് പോയാൽ വാട്ട് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത്? 10 മീറ്റർ. എ ടു ബി ആണെങ്കിലോ 10 + 9 19 മീറ്റർ. എ ടു ബി 10 ടു സി ആണെങ്കിലോ എന്ന് ബിയിലേക്ക് വരെ 19, തിരിച്ച് ബിന്ന് സിയിലേക്ക് വരെ 9. അപ്പോൾ അതിൽ 19 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 28 മീറ്റർ എന്നേ കിട്ടുള്ളൂ. അതായത് ടോട്ടൽ പാത്ത് ലെങ്ത് ക്യാൻ നെവർ ഡിക്രീസ് വിത്ത് ടൈം. ടോട്ടൽ പാത്ത് ലെങ്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല? ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്യില്ല. സോ ഇതും എന്തല്ല വൺ ഡയമെൻഷണൽ മോഷൻ അല്ല. അപ്പോൾ നമുക്ക് തന്ന 4 ഗ്രാഫ് വൺ ഡയമെൻഷണൽ മോഷൻ അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? Look at the graphs A to D, then state with the reason which of these graph cannot possibly represent one dimensional motion. ഒന്നാമത്തെ ഗ്രാഫ് it cannot represent one dimensional motion because in this graph there are 2 positions at a time. ഇതോ this cannot represent one dimensional motion because in this graph there are 2 velocities at a time. It is not possible in one dimensional motion. In this case the speed is negative. Speed can never be negative. So it's also not in one dimensional motion. Here total path length decreases with the time. Total path length ഒരിക്കലും എന്ത് ചെയ്യില്ല? ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 4 ഗ്രാഫ് എന്തല്ല വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. വളരെ എളുപ്പത്തിൽ നിങ്ങൾ പെട്ടെന്ന് പറയണം. വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. എ പാർട്ടിക്കൽ ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിനൊരു എക്സാമ്പിൾ കൂടെ പറയാം. A particle in one-dimensional motion with zero speed at an instant may have non-zero acceleration at that instant. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്പീഡ് ഈക്വൽ ടു 0 ആണ്. സ്പീഡ് 0 ആണെങ്കിൽ ആക്സലറേഷൻ നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു ബോഡിയെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. മുകളിലേക്ക് പോകുമ്പോൾ ആ ബോഡിയുടെ സ്പീഡിന് എന്താ സംഭവിക്കുക? സ്പീഡ് ഡിക്രീസ് ചെയ്യും. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് സ്പീഡ് ബിക്കം 0. പക്ഷെ അതിനെന്താണ്ടാവും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ള ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ സ്പീഡ് വിത്ത് 0 സ്പീഡ് അറ്റ് എൻ ഇൻസ്റ്റന്റ് മേ ഹാവ് നോൺ സീറോ ആക്സലറേഷൻ. അതിനെന്ത് ചെയ്യാം? നോൺ സീറോ ആക്സലറേഷൻ ഉണ്ടാവാം. എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ റെസ്റ്റിൽ ഇങ്ങനെ ഒരു ബോഡി നിൽക്കുകയാണെങ്കിൽ വെലോസിറ്റി 0 ആക്സലറേഷൻ 0 ആവാം. പക്ഷേ when we are throwing a body in the upward direction at the highest point speed becomes 0 but it has velocity, it has acceleration. അപ്പോൾ സ്പീഡ് 0 ആയാൽ എപ്പോഴും എന്താവണമെന്നില്ല? ആക്സലറേഷൻ 0 ആവണമെന്നില്ല. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. A particle in one-dimensional motion with zero speed may have non-zero velocity. സ്പീഡ് 0 ആവുന്ന ഒരു ബോഡിക്ക് വെലോസിറ്റി നോൺ സീറോ ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. വൺ ഡയമെൻഷണൽ മോഷൻ. നിങ്ങൾ വെലോസിറ്റി സ്പീഡ് തമ്മിൽ എന്താ റിലേഷൻ പഠിച്ചത്? വൺ ഡയമെൻഷണൽ മോഷനിൽ സ്പീഡ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി.
speed is the magnitude of velocity. അപ്പോൾ സ്പീഡ് 0 ആകുമ്പോൾ വെലോസിറ്റി ഓട്ടോമാറ്റിക്കലി എന്താവും 0 ആകും അല്ല. മാഗ്നിറ്റ്യൂഡ് 0 എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷണൽ മോഷനിൽ വെലോസിറ്റി ഈക്വൽ എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇത് 0 സ്പീഡ് മേ ഹാവ് നോൺ സീറോ വെലോസിറ്റി. നോൺ സീറോ വെലോസിറ്റി ഉണ്ടാവാം എന്നാ പറയുന്നത്. പക്ഷെ നോൺ സീറോ വെലോസിറ്റി ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഫോൾസ് ആണ്. സ്പീഡ് 0 ആയാൽ വൺ ഡയമെൻഷണൽ മോഷനിൽ വെലോസിറ്റി ഈക്വൽ എന്തായിരിക്കും 0 ആയിരിക്കും. തേർഡ് വൺ, a particle in one dimensional motion with a constant speed must have zero acceleration. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന് ആക്സലറേഷൻ 0 ആണ് എന്നാണ് പറയുന്നത്. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അപ്പോൾ അതിന് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സലറേഷൻ is equal to rate of change of velocity. അല്ല ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്താ നമ്മൾ പറഞ്ഞത്, ടൈം ടേക്കൺ ആണ്. അപ്പോൾ നോക്കുക, എ കോൺസ്റ്റന്റ് സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിന്റെ മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താ പറഞ്ഞത്, സ്പീഡ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ് സ്പീഡ്. അപ്പോൾ വൺ ഡയമെൻഷണൽ മോഷനിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആകും, എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓൺലി ഇൻ വൺ ഡയമെൻഷൻ. 2 ഡയമെൻഷനിൽ ഇങ്ങനെയാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണമെന്നില്ല. കാരണം എന്താ, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. പക്ഷെ വൺ ഡയമെൻഷണൽ മോഷനിലാകുമ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്തായിരിക്കും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുമ്പോൾ ആക്സിലറേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് മസ്റ്റ് ഹാവ് 0 ആക്സിലറേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വൺ ഡയമെൻഷനുള്ള ലെസൺ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മനസ്സിലായ കുട്ടിക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യിക്കാൻ മനസ്സിലാവുന്നത് നിങ്ങളത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഈ ഒരു ഭാഗത്തോടു കൂടെ നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ഭാഗം തീരുകയാണ്. അപ്പോൾ അതൊക്കെ ആദ്യം മുതലേ ഒന്നും കൂടെ എന്ത് ചെയ്യുക, വീഡിയോ കണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസം നമുക്ക് അടുത്ത ലെസണിൽ